നമസ്കാരം. ലാൽസ് കിച്ചൺ ആൻഡ് ബ്ലോഗ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പലരും ഞങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇപ്പോൾ ഇൻ്റർവ്യൂ ഒന്നും വരുന്നില്ലേ, HSCയിൽ ആളുകളെ എടുക്കുന്നില്ലേ, അതുപോലെ തന്നെ HSC റിക്രൂട്ട്മെൻറ്റ് ഇപ്പോഴും ഫ്രീസ് ചെയ്തിരിക്കുകയാണോ എന്നൊക്കെയുള്ള നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരവും ഒപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ഇൻ്റർവ്യൂവിൻ്റെ വിവരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസിങ്ങുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ, അയർലൻഡിൽ ഇപ്പോഴും HSCയുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഫ്രീസിംഗ് തന്നെയാണ്. ഒരുപാട് വേക്കൻസികളാണ് നിലവിലുള്ളത്. അതിൽ കുറച്ചൊക്കെ ഏജൻസി സ്റ്റാഫിനെയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ഇവിടെ. അതുപോലെ തന്നെ ഇവിടുന്ന് പുറത്തേക്ക്, അതായത് ഓസ്ട്രേലിയ, കാനഡ, ന്യൂസിലൻഡ് തുടങ്ങിയ സ്ഥലത്തേക്ക് പോകുന്ന നഴ്സുമാരുടെ എണ്ണവും വളരെ കൂടുതലാണ്. അതിന് പകരവും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് പേർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അവർക്ക് പോലും ഇങ്ങോട്ടേക്ക് ഇപ്പോഴത്തെ അവസ്ഥ മൂലം വരാൻ പറ്റുന്നില്ല. എന്നാൽ അതീവ ഗൗരവമുള്ള സാഹചര്യങ്ങളിൽ അവിടേക്ക് മാത്രമായി റിക്രൂട്ട്മെൻറ്റ് ചെയ്യാനുള്ള അനുമതി അവർ കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ അവിടെയും ഇവിടെയും ഓരോ അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായി ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ നടക്കുന്നില്ല. ഈ സ്ഥിതി ഉടൻ തന്നെ മാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൻ്റെ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നതും. HSCയുടെ കയ്യിൽ ആവശ്യത്തിനുള്ള ഫണ്ടില്ല എന്നതാണ് ഫ്രീസിങ്ങിൻ്റെ കാരണമായി അവർ പറയുന്നത്. അധികം താമസിക്കാതെ തന്നെ ഫ്രീസിംഗ് എടുത്തു മാറ്റുകയും റിക്രൂട്ട്മെൻറ്റ് ടാർഗറ്റ് ഡബിൾ ആക്കുകയും ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പലരും ഇൻ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അതുപോലെ DLൻ്റെ കാലാവധി തീരാറാകുന്നവരുമുണ്ട്. ഇവർക്കൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ അതുപോലെ തന്നെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലോ കയറി വരാൻ ശ്രമിക്കുക. ഇവിടെ എത്തിയതിനു ശേഷം അവരുടെ കോൺട്രാക്റ്റ് പീരീഡ് കഴിഞ്ഞ് അവർക്ക് വീണ്ടും HSC ഹോസ്പിറ്റലുകളിൽ കയറിക്കൂടാൻ കഴിയും. പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലോ അല്ലെങ്കിൽ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലോ ഫ്രീസിങ്ങിൻ്റെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഇൻ്റർവ്യൂകളൊക്കെ വരുമ്പോൾ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും നഴ്സിംഗ് ഹോമുകളിലേക്കുമൊക്കെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഏജൻസികളുടെ ഡീറ്റെയിൽ വിവരങ്ങളൊക്കെ വെച്ച് ഇതിനു മുമ്പ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അതിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇനി പറയുന്നത് ലിംറിക് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിലേക്ക് നേഴ്സസിനെ റിക്രൂട്ട് ചെയ്യുന്നതിൻ്റെ വിശദ വിവരങ്ങളാണ്. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ എക്സ്പീരിയൻസ് ഉള്ള നേഴ്സസിനെ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ ലിംറിക്കിലേക്ക് വേണ്ടി ഇൻ്റർവ്യൂവിനെ വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നും നേഴ്സസിനെ ഫ്രീ ആയി റിക്രൂട്ട് ചെയ്ത് അയർലൻഡിലേക്ക് കൊണ്ടുവരുന്ന ഏജൻസിയായ KCR ആണ് ഈ റിക്രൂട്ട്മെൻറ്റും നടത്തുന്നത്. പണ്ടൊക്കെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു അവർ ചോദിച്ചിരുന്നത് എങ്കിൽ ഇപ്പോൾ അത് 3 വർഷത്തെ എക്സ്പീരിയൻസ് 200 ബെഡെങ്കിലുമുള്ള ഹോസ്പിറ്റൽ ആയിരിക്കണമെന്ന നിർബന്ധവും ഉണ്ട്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക് നിങ്ങളുടെ CV, IELTS ഓർ OET-യുടെ റിസൾട്ട് കൂടാതെ NMBI സ്റ്റാറ്റസ് എന്നിവ അയച്ച് കൊടുക്കേണ്ടുന്നതുമാണ്. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പീരിയൻസ് എസെൻഷ്യൽ, റിലവൻറ്റ് നഴ്സിംഗ് ക്വാളിഫിക്കേഷൻ, NMBI ഡിസിഷൻ ലെറ്റർ, വാലിഡ് OET ഓർ IELTS സർട്ടിഫിക്കറ്റ്. ഈ മാസം 18-ാം തീയതിയാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, അതായത് 18th April 2024. ഇനി ഇതിൻ്റെ സാലറിയും മറ്റ് ബെനിഫിറ്റുകളും എന്തൊക്കെയാണെന്ന് നോക്കാം. 33,943 യൂറോ മുതൽ 51,628 യൂറോ വരെയാണ് പ്രതിവർഷം സാലറിയായി നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതൊരു ഫുൾ ടൈം കോൺട്രാക്റ്റാണ്. 37.5 hours ഒരാഴ്ചയിലെ നിങ്ങളുടെ ഡ്യൂട്ടി ടൈമാണ്. അതുപോലെ തന്നെ 24 days ആനുവൽ ലീവ് പ്ലസ് 10 പബ്ലിക് ഹോളിഡേയ്സ് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ കിട്ടുന്നതുമായിരിക്കും. മുന്നോട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരം ലഭിക്കുന്നതാണ്. നല്ല റീലൊക്കേഷൻ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വരാൻ ചിലവാക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് ഇവിടെ എത്തിക്കഴിയുമ്പോൾ റീഎംബേഴ്സ്ഡ് ചെയ്യുന്നതും ആയിരിക്കും. നേരത്തെ സൂചിപ്പിച്ചിരുന്നു 3 വർഷത്തെ എക്സ്പീരിയൻസ് മിനിമം ഉണ്ടായിരിക്കണം. അതും 200 ബെഡഡ് അക്യൂട്ട് ഹോസ്പിറ്റലിലായിരിക്കുകയും വേണം.
ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും സ്ക്രീനിൽ വ്യക്തമായി എഴുതി കാണിക്കുന്നുണ്ട്. അത് വായിച്ചു നോക്കുക. അതിൻ പ്രകാരം നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റുകളും സ്ക്രീനിലും ഒപ്പം വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID അല്ലെങ്കിൽ വെബ്സൈറ്റ് എന്നിവ മുഖേന അയച്ചു കൊടുക്കേണ്ടുന്നതുമാണ്. ഒരു നേഴ്സായി അയർലൻഡിലേക്ക് വരാൻ കാത്തിരിക്കുന്ന എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. പുതിയ മറ്റൊരു വീഡിയോയുമായി കാണും വരെ നന്ദി, നമസ്കാരം.